കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും 49 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മധ്യ സിറിയയിലായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് സിറിയയിൽ ഉള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ വീണ്ടും പശ്ചിമേഷ്യയുടെ സംഘർഷ ഭൂമിയിലേക്ക് വീണ്ടും ഇറാൻ്റെ പേര് കൂടി കടന്നു വരുന്നത്. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് നാസർ കനാനി പറയുന്നത് ഇത് സയനിസ്റ്റ് ഭീകരതയുടെ മറ്റൊരു മുഖമാണ്. ഇസ്രായേൽ നടത്തിയത് ക്രിമിനൽ ആക്രമണമാണ്. ഇത് നിർത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും, തങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. സിറിയൻ മണ്ണിൽ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ക്രിമിനൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സിറിയയ്ക്ക് പിന്തുണയുമായി തങ്ങൾക്കും എത്തേണ്ടതായി വരുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി വീണ്ടും ഇസ്രായേൽ ഇറാൻ ഒരു പോരാട്ടത്തിൻ്റെ വേദി തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ വലിയ ആക്രമണം ഇസ്രായേൽ നേർക്കുണ്ടായിരുന്നു. അതിന് മറുപടി നൽകുകയും അതിൻ്റെ ഒപ്പം തന്നെ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയുമാണ് ഇസ്രായേൽ ചെയ്തത്. ഇപ്പോൾ ഇറാനും കൂടി രംഗത്ത് എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.